നമ്മളെ ഡൽഹിയിൽ നിന്ന് ജമ്മു എത്താനായിട്ട് ഫസ്റ്റ് ട്രെയിൻ ജേർണിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ആലോചിച്ചു ട്രെയിനിൽ എന്തായാലും നമുക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ബസ്സിലൊന്ന് എങ്ങനെയായിരിക്കും ബൈ റോഡ് നോക്കാം നമ്മൾ വിചാരിച്ചു. പ്ലാൻ മാറ്റി ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടിയാണ് ബസ്സിൽ കയറിയത്. ആൻഡ് ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 അടുപ്പിച്ച് നമ്മൾ ജമ്മു എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബൈ റോഡ് ശ്രീനഗറിൽ പോവാണ്. നമ്മളൊരു ഇന്നോവയിലാണ് പോകുന്നത്. ആൻഡ് ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ്റെ വെഹിക്കിളാണിത്. ദേ ഹാവ് കം ടു പിക്ക് അസ് അപ്പ്. സോ നമ്മുടെ നമ്മുടെ സാരഥി എന്ന് പറയുന്നത് സമീർ ഭയ്യാണ്, സമീർ അഹമ്മദ് ഭയ്യ. നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. സോ സമീർ ഭയ്യ നമ്മുടെ കൂടെ ശ്രീനഗർ ഫുള്ള് കവർ ചെയ്യാൻ 5-6 ദിവസമൊക്കെ നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടാവും. तो चलो श्रीनगर तो फिर चलते शुरू करते हैं. सो ജമ്മുന്ന് നമുക്ക് ശ്രീനഗർ ബൈ റോഡ് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാം. बनिहाल से एंटर होके हमारा पूरा कश्मीर का ट्रिप स्टार्ट हो जाएगा. अच्छा, तो अब हम जम्मू में हैं. अभी हम जम्मू में हैं. जब आगे चलेंगे तो मैं आपको वहाँ से आगे बोलता हूँ कहाँ पहुँच जाता है. നമ്മൾ ബൈ റോഡ് ട്രാവൽ ചെയ്തൊരു 3 മണിക്കൂർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പാതി ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയും പകുതി നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ശ്രീനഗറിലേക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇത്രയും നേരം കാറിലിരിക്കുമല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ഒതുക്കിയിട്ട് ഇറങ്ങി. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ഓൾസോ. അതെ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേ മേലെ നിങ്ങളെ കണ്ടോ? യു ക്യാൻ സീ ദ സ്നോ ക്യാപ് മൗണ്ടൻസ്. പുറത്തുണ്ടല്ലോ ഭയങ്കര തണുപ്പാട്ടോ. കാറിലിരിക്കുമ്പോൾ ഇത്രയും തണുപ്പാ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേ എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാലും പോലെ കൈയൊക്കെ ഐസായി. അപ്പോൾ നമ്മൾ ഇനിയും വി ആർ ഓൺ ദ വേ ടു ശ്രീനഗർ ബൈ റോഡാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കേട്ടോ പറ്റുന്നത്. ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊന്ന് ഇറങ്ങി ഈ ഒരു വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. മലയൊക്കെ കാണുമ്പോൾ എൻ്റെ മേലിൽ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിയിരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, it's actually giving a tiny trailer of what we are about to see. സോ ആ ടണൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഭയങ്കര സർപ്രൈസായി. ഇങ്ങനെ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. തീരെയും എക്സ്പെക്ട് ചെയ്തില്ല. ശ്രീനഗർ പോകുമ്പോഴേ ഇങ്ങനെ ഈ മഞ്ഞ് വീഴ്ച കാണുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതേ അവിടെ ഇത്രയും മലകളും അതിൻ്റെ താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളും അതിന് ചുറ്റിനും ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ആകാശവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെയുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരു പെയിൻറ്റിങ് പോലെയുണ്ട്. സോ വി ആർ ഓൺ ദ വേ ടു ശ്രീനഗർ ആൻഡ് നൗ വി ആർ ഇൻ ബനിഹാൽ. സോ ഫൈനലി നമ്മൾ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. ആൻഡ് ടുഡേ വി ആർ സ്റ്റേയിങ് അറ്റ് അൽ അസ്ര. ശ്രീനഗർ ടൗണിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. നല്ല തണുപ്പുണ്ട്. സോ ഞാൻ എത്രയും പെട്ടെന്ന് ചെക്കിൻ ആവട്ടെ, റൂമിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. സോ വി ആർ ഇൻ അൽ അസ്ര. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി. ദിസ് ഇസ് എ വില്ല. കയറുമ്പോൾ തന്നെ യു ക്യാൻ സീ ദിസ് ഇസ് ഓൾ കാർപ്പറ്റഡ്. നമ്മുടെ അവിടുത്തെ നിന്നൊക്കെ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവിടുത്തെ ആ ഒരു കശ്മീരി ടച്ച് ഓരോ കോർണറിലും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്താ അറിയോ, അത് എൻ്റെ വീടിൻ്റെ എവിടേക്കോ പോലെ തോന്നുന്നു. ലിറ്ററലി എൻ്റെ വീട്ടിൽ തന്നെ വന്ന പോലെ ഒരു ഫീലിംഗ്. കാര്യം ഇറ്റ്സ് ദ വേ ഇവരുണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യു ഫീൽ ലൈക്ക് യു ആർ ഇൻ ഹോം. അപ്പോൾ ഹോം അവേ ഫ്രം ഹോം ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ റൂം. നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒന്ന് പോകാം. ലെറ്റ്സ് സീ ഹൗ ദ റൂം ഇസ്. ഇറ്റ്സ് എ വെരി ലവ്ലി റൂം. കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സാഫ്രൻ്റെയും ആ ഒരു കശ്മീരി സോർട്ട് ഓഫ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് സ്മെൽ. നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ ഫീൽ ചെയ്യാത്ത ഒരു സ്മെല്ലാണ്. ആൻഡ് ഇവിടെയാണ് ടോയ്ലറ്റ്സ് വരുന്നത്. അവർ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ആർ സോ നൈസ് ഇനഫ് ടു സെർവ് സം very hot tea and that is Kashmiri traditional tea which is kawa.
അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗം കൂടിയാണെന്ന്. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ ഒന്ന് കുടിക്കട്ടെ, കാരണം എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒന്ന് കുടിച്ചു നോക്കാം നമുക്ക്. ദിസ് ഇസ് ഫുൾ ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ്, സാഫ്രൻ, നല്ല മധുരമുണ്ട്. അതിനേക്കാളും നല്ല ചൂടാണ് കേട്ടോ. സോ ഇറ്റ്സ് ഡിന്നർ ടൈം ആൻഡ് ഒരു ചൂടായിട്ട് നമുക്ക് സെർവ് ചെയ്യാണ്. ഈ ക്യായ സൂപ്പ് ഹെ? सूप. ഓക്കെ, ദിസ് ഇസ് സൂപ്പ്. ആൻഡ് സൂപ്പ് വെച്ച് തുടങ്ങാൻ ഇതല്ലെങ്കിൽ ബെസ്റ്റ് വെതർ പിന്നെ ഏത് വെതറാണ്. നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ? ഇറ്റ്സ് 2 degrees Celsius. നമ്മുടെ വീട്ടിൽ AC പോലും 16 ഡിഗ്രി വരെ ഉള്ളൂ. അതായത് വീട്ടിലിട്ട് എനിക്ക് പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റിയില്ല ഇതായിരിക്കും ടെമ്പറേച്ചർ. ഒന്ന് ഇവിടെ വന്ന് ഡയറക്റ്റ്ലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാമായിരുന്നു. സോ ലെറ്റ്സ് ടേസ്റ്റ് ദ സൂപ്പ്. ഓക്കെ, സോ സൂപ്പ് കഴിഞ്ഞു, സ്റ്റാർട്ടർ ഇസ് ഓവർ ആൻഡ് നമ്മളിപ്പോൾ മെയിൻ കോഴ്സിലേക്ക് കിടക്കുകയാണ്. വി ഹാവ് റൈസ്, ചിക്കൻ കറി, ആലു ഗോബി, റോട്ടി, ദാൽ, സാലഡ്. സോ ഇവിടെ തണുപ്പായതുകൊണ്ടേ പെട്ടെന്ന് നമുക്ക് വിശക്കും. സോ ഐ തിങ്ക് ലെറ്റ്സ് ഡൈവ് ഇറ്റ്. സോ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഹോംലി ഫുഡായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പതുക്കെ റൂമിലോട്ട് ഞാൻ വന്നു. അപ്പോൾ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ ഹീറ്റിംഗ് ഫെസിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഐസ് കോൾഡ് തണുപ്പാണ് പുറത്തും അകത്തും ഒക്കെ. നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് ഫെസിലിറ്റി ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഐസായിട്ട് മാറിപ്പോകും. ഞാൻ കാര്യമായിട്ട് പറയാം. സോ ഇവിടെ റൂമിൽ ഓൾറെഡി ഹീറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മോഡ് മാറ്റി ആ ഹീറ്റിംഗ് മോഡിൽ വെക്കണം, ദയവ് ചെയ്ത് മോഡ് മാറ്റരുത്, AC മോഡിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പുള്ളി എല്ലാം വന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു. 25-ലായിരുന്നു കിടന്നത്, ഞാനത് 30 ആക്കി. കാര്യം എന്നിട്ടും നല്ല തണുപ്പുണ്ട്. സോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ഈ ബെഡ് ഉണ്ടല്ലോ, ഇതൊരു അടിയിലൊരു ഹീറ്റിംഗ് ബെഡുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക്, അതായത് ഇതിലും കൂടെ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് വളരെ വാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ, ദേ ഹാവ് എ റിമോട്ട് ഓൾസോ. നമുക്ക് പല മോഡിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഹൈ മോഡിലാണ് കിടക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഹൈ മോഡിൽ തന്നെ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു കിടക്കുന്ന സമയം നല്ല ഹീറ്റ് ചെയ്ത് കിടക്കാനേ. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്. ഓൾസോ ആ സൈഡിലും ഉണ്ട് കേട്ടോ. സോ നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ, അതായത് ശ്രീനഗറിൽ വന്ന് പ്രോപ്പർട്ടീസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഈ വക ഹീറ്റിംഗ് ഫെസിലിറ്റിയൊക്കെയുള്ള നല്ല ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്, അതിനേക്കാളുപരി വളരെ എന്താ പറയുന്നത്, നമ്മളൊരു ഇവിടെ വന്നിട്ട് വെറുതെ ഒരു അഡ്വഞ്ചറസ് സിറ്റുവേഷൻ എടുക്കണ്ട. അത് ഭയങ്കര നമ്മുടെ ട്രാവലിനെ ഹോൾ ജേർണി അത് എഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെ നോക്കിയിട്ട് നല്ല പ്രോപ്പർട്ടീസ് നോക്കി ബുക്ക് ചെയ്യുക. I'm like very satisfied with this bed. നല്ല ചൂടുണ്ട്, ഇരിക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. ആൻഡ് വൺ അതർ തിങ് ഇസ്, ഇത് ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ്റെ ഡേ 1, അതായത് ഐറ്റിനറി പ്രകാരമുള്ള ഡേ 1 ആണെന്ന്. നമ്മൾ ജമ്മുന്ന് നമ്മളെ പിക്ക് ചെയ്ത് ശ്രീനഗർ വരെ കൊണ്ടെത്തിച്ച് ഇന്നത്തെ ഈ പ്രോപ്പർട്ടി, ദ ഹോൾ തിങ് സ്റ്റാർട്ട്സ് ടുഡേ. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ശ്രീനഗറിൽ സൈറ്റ് സീയിങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ഓൾസോ ഫുള്ള് നാളെ തൊട്ട് മഞ്ഞത്തായിരിക്കും നമ്മുടെ ഫുൾ ഓൺ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ടുമോറോ. സോ എത്രയും പെട്ടെന്ന് ഞാൻ കിടക്കട്ടെ, നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. സോ ഗുഡ് നൈറ്റ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ചൂട് ചായയും ചൂട് കോൺഫ്ലേക്സും ഒക്കെ കുടിച്ചു. എന്നിട്ട് കൂടെ തണുപ്പ് അങ്ങോട്ട് റെഡിയാവുന്നില്ല കേട്ടോ. ഞാനപ്പോൾ വേറെ എൻ്റെ മേലിൽ കൂടെ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ട്, ആക്ച്വലി ഞാൻ അകത്തൊരു തേർമൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, പിന്നെ ദേ ഈ ഒരു പുറമേ ഉള്ളൊരു ജാക്കറ്റ്. ഹലോ സമീർ ഭയ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. आप ठीक, अच्छे से? कैसा रहा आपका दिन आज का? ओह, इट वाज वेरी वेरी नाइस. आपका कैसा रहा? अच्छे से. बाकी सब कुछ ठीक? सब ठीक. സോ നമുക്ക് അങ്ങനെ ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. സോ ഓൾ സെറ്റ്? ചലോ. ओके मैम, ചലോ. ശ്രീനഗർ എക്സ്പ്ലോറേഷൻ്റെ ഫസ്റ്റ് ഡേ ആണിത്. സോ അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ദ ഡേ ഇസ് ദ വെരി ഫേമസ് ഹസ്രത് ബാൽ ഷ്രൈൻ.
കേട്ടത് ശരിയാണ് കേട്ടോ. ഞാൻ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ട്രൂ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത്. ഡാൽ ലേക്കിന്റെ സൈഡിലായിട്ടാണ് ഹസ്രത് ബാൽ ഷ്രൈൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഷ്രൈന് ബ്യൂട്ടിഫുൾ ആക്കുന്ന വേറൊരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ മുഗൾ ആർക്കിടെക്ചറിലെ പഗോഡ സ്റ്റൈലാണ് ഈ ഒരു ഷ്രൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി പീസ്ഫുൾ ഹിയർ ഓൾസോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ദാൽ ലേക്കാണ്. ഹസ്രത്ത് നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ്സിൽ നമ്മൾ ദാൽ ലേക്കിൽ എത്തി. ഇവിടുത്തെ ഷിക്കാര റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഇസ് 1 degree Celsius ഹിയർ. ആൻഡ് പാക്കേജ് പ്രകാരമുള്ള ഒരു ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് 1 hour. ഇവിടുത്തെ സീനറി ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. വേറെ കാര്യം, നിങ്ങൾക്ക് ഇതിൽ കൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇവിടേക്ക് ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. But you know what? We are in Kashmir and nothing is stopping us from exploring Kashmir. So നമുക്ക് ഷിക്കാരയിലോട്ട് കയറാം. ഈ ലേക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കാവ, ഹോട്ട് ചോക്ലേറ്റ്, കോഫി, ചായ എല്ലാം ഇങ്ങനെ സെല്ല് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. ആൻഡ് പുള്ളിയെടുത്ത് നമുക്ക് ഒരു ഗ്ലാസ് കാവ മേടിച്ച് കുടിച്ചാലോ? കിतना एक ഗ്ലാസ് കാവ? 40 rupees. 40 rupees. 40 രൂപയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ അത് ഈ റൈഡിൽ നമ്മൾ കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ കുടിക്കാൻ? സോ എഗ് ഗ്ലാസ് ഈച്ചി. നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്ക സംഗതികൾക്കും ഭയങ്കര ഒരു റേറ്റ് ആയിരിക്കും. അപ്പോൾ ലോക്കലായിട്ട് നമുക്ക് എന്താ പറയുന്നത്, അറിയുന്ന ഒരു വ്യക്തി, ഒരു കോൺടാക്ട് പേഴ്സൺ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് സംസാരിക്കാനുള്ള ഭാഷ അറിയണം. നമ്മൾ ഈ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയാണ് വരുന്നെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പം എങ്ങനെ പോയാലും ഹിന്ദിയിലൊക്കെ ഒരു ആക്സെൻറ്റ് കാണും. ആൻഡ് ദേ ഡെഫിനറ്റ്ലി നോ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങേയറ്റത്തെ കത്തി റേറ്റാണ് എല്ലാ സംഗതികൾക്കും പറയുന്നത്. ഇന്നെനിക്ക് വേറെ നല്ല ഭംഗിയുള്ളൊരു ഷിക്കാര കണ്ടു കേട്ടോ. അപ്പം ഞാനത് ചോദിച്ചു ഇതിലോട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന്. കുറച്ചധികം ചോദിക്കേണ്ടി വന്നു, പിന്നെ പുള്ളിക്കാരൻ സമ്മതിച്ചു. ഇവിടുന്നാണ് കേട്ടോ ഇവിടുത്തെ മീന ബസാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. ആൻഡ് നിങ്ങൾക്ക് ഡ്രസ് ഷോപ്സ് കാണാൻ പറ്റും, മൾട്ടിപർപ്പസ് സ്റ്റോറുകൾ കാണാൻ പറ്റും. ദേർ ഇസ് എ കശ്മീർ ലെതർ ഹബ്. പിന്നെ കശ്മീരി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ സെല് ചെയ്യണ ഷോപ്പുകൾ, സ്വെറ്റേഴ്സ്, പിന്നെ ഗിഫ്റ്റ് ഹൗസ്, അങ്ങനെ ലൈക്ക് യു ഗെറ്റ് എവറിത്തിങ്. ദിസ് ഇസ് എ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഐ ഗെസ് സോ, റൈറ്റ്? ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, വെരി ഫേമസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. You are calling me down to the river again. I've got doubts in my hair and I wish I could feel your ghost. ഒരു മണിക്കൂർ ഞാൻ പോയത് അറിഞ്ഞില്ല കേട്ടോ ഈ ദാൽ ലേക്കിൽ. ഇറ്റ്സ് ജസ്റ്റ് വി ആർ അബൌട്ട് ടു എൻഡ് ദ റൈഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഐ ജസ്റ്റ് കാൺട്ട് ബിലീവ് ഇത്ര പെട്ടെന്ന് സമയം പോയതെന്ന്. അത്രയും ലൈക്ക് നമ്മൾ സമയം പോകുന്നത് അറിയത്തില്ല. ഒരു പുതിയ സ്ഥലവും പുതിയ ടെറൈനും കൂടെ ആയതുകൊണ്ടാണ് വി ആർ സോ മച്ച് ഇൻ ദ ജേർണി ദാറ്റ് ആ ഒരു സമയം പോണ കാര്യം അറിഞ്ഞതേ ഇല്ല. സോ നമ്മൾ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ദ വെരി ഫേമസ് ശങ്കരാചാര്യ ടെമ്പിളാണ്. ദാൽ ലേക്കിന് ഇച്ചിരി മുന്നോട്ട് വന്നാൽ മതി. ശങ്കരാചാര്യ ടെമ്പിൾ ഒരു ഹില്ലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിൽ ഇങ്ങനെ കയറി ഒരു ചെറിയ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വണ്ടിയിൽ ഇങ്ങനെ നമ്മളൊരു 3-4 റൗണ്ട് എടുത്ത് ഇങ്ങനെ മേലെ വന്നിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വേണം ഇങ്ങോട്ട് നടക്കാനായിട്ട്. ഇവിടെ മേലെ നെറ്റ്വർക്ക് കുറച്ച് വീക്കായിരിക്കുന്നു പറഞ്ഞു, വിച്ച് ഇസ് എ ഗുഡ് തിങ് ആൻഡ് എ ബാഡ് തിങ്. ഗുഡ് ഇൻ ദ സെൻസ് നമുക്ക് വേറെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ബാഡ് ഇൻ ദ സെൻസ് ആരെങ്കിലും പെട്ടെന്ന് വിളിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പെട്ടുപോകും. സോ കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ് when you are coming to Shankaracharya temple. നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് ഇങ്ങനെ
കയറുകയാണ്. പടികളാണ് കേട്ടോ. ഐ ഹേർഡ് അബൌട്ട് ദർ ആർ 246 സ്റ്റെപ്സ്. കുറച്ച് സാധനങ്ങൾ, വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ കയ്യിൽ കരുതുക. ലഗേജൊക്കെ ബാഗിൽ വെച്ച് കാറിൽ സെക്യൂർ ആക്കി വെച്ചിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും ബാഗ് കൊണ്ട് കയറാനേ. ആവശ്യമുള്ള സംഗതികൾ മാത്രം എടുത്ത് കംപ്ലീറ്റിലേക്ക് വരിക. നമ്മൾ ശ്രീനഗർ സിറ്റിയിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഈ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഡിവൈൻ ആൻഡ് പീസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീനഗർ സിറ്റിയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇത്രയധികം ക്രൗഡ് എൻ്റെ ചുറ്റിനും ഉണ്ടായിട്ട് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തു. അവിടെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര ഡിവൈൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങി താഴെ എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി ഈ ജേർണി റെസ്യൂം ചെയ്യാം. മോനെ അടുത്ത് കയറി വാ. കയറി വാടാ മക്കളെ, മച്ചാനെ കയറി വാ. സോ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ലഞ്ച് ടൈമൊക്കെ കുറച്ച് കഴിഞ്ഞു. ഇപ്പം 4 മണിയൊക്കെ ആകാറായി ഏകദേശം. നല്ല വിശപ്പുണ്ട്. കശ്മീരി വസ്വാൻ, അതായത് ട്രഡീഷണൽ കശ്മീരി ഫീസ്റ്റ് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. വസ്വാൻ്റെ കൂടെ നമ്മൾ വേറെ 2-3 ഡിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്. മട്ടൺ വെറൈറ്റീസ് എനിക്ക് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഇത് സെർവ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ കശ്മീരി പ്ലേറ്റ്. ഐ ഹോപ്പ് ഇതിന് നമുക്ക് 2 കറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കാന്തി എന്ന് പറയുന്ന ഒരു ഐറ്റം പറഞ്ഞു കേട്ടോ. ചിക്കൻ കാന്തി, അതിൻ്റെ കൂടെ പേരായിട്ട് നമ്മൾ റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മളപ്പോൾ ഷാലിമാർ ഗാർഡൻ എത്തിയിരിക്കുകയാണ്. ലഞ്ചൊക്കെ കഴിച്ച് അതൊക്കെ ഷാലിമാർ ഗാർഡൻ എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ്, അതായത് ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗാർഡനിലേക്ക് പോവുകയാണ്. ട്രഡീഷണൽ കശ്മീരി ഡ്രസ്സിട്ട് കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുക്കണം ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ദാൽ ലേക്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഷാലിമാർ ബാഗ് എത്തിയപ്പോഴാണ് എനിക്ക് ചീപ്പ് റേറ്റിൽ ഈ ഡ്രസ്സൊക്കെ കിട്ടിയത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ വിൻ്റർ സീസണിലാണ് കശ്മീരിൽ വരുന്നതെങ്കിൽ ഗാർഡൻസ് ഒക്കെ ഭയങ്കര ശോകമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഒരു ഫ്ലവർ പോലും കാണില്ല, എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഇറ്റ്സ് ഓൾ ഡ്രൈഡ് അപ്പ്. ആദ്യം നമുക്ക് ഈ ബാക്ക് ഡ്രോപ്പിലുള്ള മൗണ്ടൻസും പിന്നെ ഇങ്ങനെ ഒരു ഡ്രൈഡായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വിൻ്റർ സീസണിലാണ് വരുന്നതെങ്കിൽ ഇതാണൊരു സംഗതി. ഗാർഡൻസ് ഒന്നും വലിയ സുഖം ഉണ്ടാവില്ല. ബട്ട് അതെനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസമായിരിക്കും ഐഡിയൽ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. സമ്മർ ടൈം ഒക്കെ ഇല്ലേ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഗാർഡൻസൊക്കെ ഫുൾ ബ്ലൂമിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് നമ്മളിപ്പോൾ ഷാലിമാർ ബാഗിലാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി കാം ആൻഡ് പീസ്ഫുൾ ഹിയർ. ഡിന്നർ ടൈമായി നമ്മൾ ഖയാം ചൗക്കിലുള്ളൊരു ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ശ്രീനഗർ വരുമ്പോൾ സാധാരണ ദാൽ ലേക്കിന് ചുറ്റുമുള്ള ഏരിയ ആയിരിക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പം സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനാണെങ്കിലും മാർക്കറ്റ്സ് ഒക്കെ ആണെങ്കിലും ദാൽ ലേക്കിന് ചുറ്റുമായിരിക്കും നമ്മൾ ട്രൈ ചെയ്യണം. നമ്മുടെ ഡ്രൈവേഴ്സും ആ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചോദിക്കണം വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ ഉണ്ടോ എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഏരിയ ഖയാം ചൗക്ക് എന്ന് പറയുന്ന ഏരിയയിൽ വന്നപ്പോൾ മുനീർ കഫ്റ്റീരിയയിൽ ഒന്ന് കയറി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു. ഇവിടുത്തെ ഫുഡും ഹോസ്പിറ്റാലിറ്റിയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. ഇത് ഖയാം ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഖൈബർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ 1-2 വേറെ കുറേ ഷോപ്സും ഉണ്ട് ഡ്രസ്സൊക്കെ സെല് ചെയ്യുന്ന. അപ്പോൾ വി ആർ ബാക്ക് അഗൈൻ ടു മുനീർ കഫ്റ്റീരിയ. നമുക്ക് ഇവിടുത്തെ ബാക്കി ഡിഷസും കൂടെ ട്രൈ ചെയ്യാനായിട്ട്. സോ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പർച്ചേസൊക്കെ ചെയ്ത് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. കാര്യം നാളെ രാവിലെ എണീക്കണം. നമ്മൾ സോൻമാർഗിലേക്ക് നമ്മുടെ ജേർണി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. അപ്പോൾ സോൻമാർഗിലെ കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അൺടിൽ ദെൻ ബൈ.